ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാനിങ്ങനെ വന്നേക്കുന്ന എന്തിനാണെന്ന് വെച്ചാണല്ലോ, ഞാൻ ഇത്രയും നാളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന കുക്കിംഗ് വീഡിയോസ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്ളോഗുകൾ, എവിടെയെങ്കിലും പോകുന്ന വ്ളോഗുകളൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തൊട്ടൊരു ഹെയർ കെയർ വീഡിയോസും അതുപോലെ തന്നെ സ്കിൻ കെയർ വീഡിയോസും ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡെയിലി വീഡിയോസ് ഇടാമെന്നാണ് എൻ്റെ ഒരു ധാരണ. പറ്റുമോ എന്നറിയത്തില്ല. അപ്പം 30 ഡേയ്സ് ചാലഞ്ചാണ് നമ്മൾ ഇന്ന് തൊട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം ഹെയർ കെയർ വീഡിയോസും അതുപോലെ തന്നെ സ്കിൻ കെയർ വീഡിയോസൊക്കെ നോക്കി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പം ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് തയ്യാറാക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് മാത്രമാണ് കേട്ടോ നമ്മൾ സ്കിൻ കെയറും അതുപോലെ തന്നെ ഹെയർ കെയറും ചെയ്യുന്നത്. അപ്പം നിങ്ങളും സപ്പോർട്ട് തന്നെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് 30 ഡേയ്സ് ചാലഞ്ച് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നൊരു ദിവസം നമ്മൾ ഹെയർ കെയർ വീഡിയോസാണ് ചെയ്യുന്നതെങ്കിൽ നാളെ നമ്മൾ സ്കിൻ കെയർ ആയിരിക്കും ചെയ്യുന്നത്. ഒന്നിച്ച് എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഡെയിലി നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കങ്ങനെ വീഡിയോസ് മാറി മാറി ഞാൻ ഇടുന്നതായിരിക്കുമേ. അപ്പം എല്ലാവരും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ പായ്ക്കൊക്കെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഒത്തിരി പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു ഐറ്റംസും വെച്ച് ചെയ്യുന്ന വീഡിയോസൊന്നും ഇടത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം എൻ്റെ കൂടെ കൂടണം, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കല്ലേ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് വഴിയില്ല. നമ്മൾ വീട്ടിലുള്ള നാച്ചുറൽ ഐറ്റംസ് വെച്ച് മാത്രമാണ് നമ്മൾ എല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ഹെയർ പാക്കിൻ്റെ ഹെയർ പാക്ക് ഇട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഹെയർ കെയർ നമുക്ക് ചെയ്യാം. ആദ്യം ഞാനിവിടെ ഒരു സിമ്പിളൊരു പായ്ക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓടിപ്പോയത് എന്താണെന്നൊന്ന് കാണാവേ. ആദ്യം തന്നെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. നല്ല കട്ടയായിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. ലൂസായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതും ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂവാണ്. നല്ല 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവാണ്. ഈ ചെമ്പരത്തിപ്പൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കളറിലുള്ള ചെമ്പരത്തിപ്പൂ വേണമെങ്കിലും ഉള്ളത് ഏതാണോ അത് നമുക്ക് ഈ ഹെയർ പാക്കിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ കഞ്ഞിവെള്ളം തലേ ദിവസം എടുത്തു വച്ചിരിക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രം ഇങ്ങനൊന്ന് നമുക്ക് പറിച്ചിട്ട് കൊടുക്കാവേ. ഞാൻ ഈ ചെമ്പരത്തിപ്പൂ ഒന്ന് കഴുകിയതാണ്. കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകിക്കളഞ്ഞതിന് ശേഷം മാത്രം പായ്ക്കിനായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അതാ വളരെ സിമ്പിളായിട്ടുള്ള പായ്ക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക, അതുപോലെ തന്നെ അത്ര എഫക്റ്റീവായ ഒരു പായ്ക്കാണിത്. ഇപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ സീസണാണല്ലോ, അപ്പം ഈ സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുന്നത് വളരെ നല്ലതായിരിക്കുമേ. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകളൊക്കെ ഇതിലേക്ക് പറിച്ചിട്ട് കൊടുക്കാവേ. നമ്മുടെ മുടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അത്രയും മാത്രം എടുത്താൽ മതി. ഇതെല്ലാം ഉപ്പിടാത്ത കഞ്ഞിവെള്ളമായിരിക്കണം എടുക്കുന്നത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതാ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകളൊക്കെ നമുക്ക് വേഗം ഒന്ന് പറിച്ചിട്ടിട്ട് വരാം കേട്ടോ. ഇവിടെ നമ്മൾ ചെമ്പരത്തിപ്പൂവെല്ലാം ഇതളുകളാക്കി തിരിച്ച് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഞെരടി എടുക്കുക. നമ്മൾ ഈ താളിയൊക്കെ തയ്യാറാക്കുകയല്ലേ, സെയിം മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ചെമ്പരത്തിപ്പൂ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്തോട്ടിട്ട് ഈ ചെമ്പരത്തിപ്പൂ നന്നായിട്ട് ഞെരടി എടുക്കാം. ഇത് താളി രൂപത്തിലാക്കി എടുക്കണം നമുക്ക്. അതുകൊണ്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി എടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ മതി കേട്ടോ. ഞാനിവിടെ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾ ചെയ്താൽ മതി. നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഞെരടി എടുക്കുന്നുണ്ട്.
ഇത് കണ്ടോ, ഇതുപോലെ ഞെരടി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൊക്കെ ആയപ്പം നന്നായിട്ട് ഇതായി കുറുകിയ പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് വെച്ചിട്ട് ഒരു തുണി വെച്ച് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാവേ. ഒരു കാരണവശാലും നമ്മൾ ഇതുപോലെ തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല. നമ്മുടെ മുടി പൊട്ടിപ്പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് പായ്ക്ക് ഉപയോഗിച്ചാലും നമ്മൾ ഇത് അരിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതാ നല്ല പായ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള, അതുപോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഹെയർ പായ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് തലയിലോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹെയർ പായ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തലമുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്ര എഫക്റ്റീവാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഗൈസ് ദാ ഇവിടെ നമ്മുടെ പായ്ക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് പായ്ക്ക്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെയൊക്കെ സീസണല്ലേ, അപ്പം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഐറ്റമാണ് കഞ്ഞിവെള്ളം. കഞ്ഞി വെക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പം കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളമായിരിക്കണമെന്നേ ഉള്ളൂ. പുളിച്ച കഞ്ഞിവെള്ളമായിരിക്കണം. പിന്നെ ഒരുപാട് പുളിച്ച് പോകണ്ട. പിന്നെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമായിരിക്കണം കേട്ടോ. ഉപ്പിട്ടാൽ നമ്മുടെ മുടിയൊക്കെ പാടെ കൊഴിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പം ഉപ്പിടാത്ത അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ പായ്ക്കാണ് കഞ്ഞിവെള്ളവും ചെമ്പരത്തിപ്പൂവും കൊണ്ടുള്ള ഈ പായ്ക്കാണ് കേട്ടോ. നമ്മൾ തലയിൽ തേക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാച്ചെണ്ണയല്ല തേക്കുന്നത്. നേരത്തെ കാച്ചെണ്ണയായിരുന്നു തേക്കുന്നത്. ഇപ്പോൾ കാച്ചെണ്ണയൊന്നുമല്ല തേക്കുന്നത്. കോക്കനട്ട് ഓയിലും കാസ്റ്റർ ഓയിലും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തേക്കുന്നത്. അതിലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം പുറകെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പായ്ക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് പായ്ക്ക് ഇടുവാണെങ്കിലും കുറച്ച് ഓയിൽ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ കാച്ചെണ്ണയാണ് തേക്കുന്നതെങ്കിൽ കാച്ചെണ്ണ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടിപൊളി പായ്ക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. നല്ല തണുപ്പാണ് ഗൈസ്, നല്ല തണുപ്പ്. ഇതുപോലെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ തലമുടി നന്നായിട്ട് കുനിച്ചിട്ട് മൊത്തത്തിൽ തേച്ച് കൊടുക്കണം. ഞാനത് കാണിക്കാനാണ് കേട്ടോ. അപ്പം മുടിയും നന്നായിട്ട് കുനിച്ചിട്ട് എല്ലാം ഇത് തേച്ച് കൊടുക്കണേ. തലയിൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ മുടിയുടെ അനുസരിച്ച് എടുത്തു കൊടുത്താൽ മതി. എൻ്റെ മുടി പെട്ടെന്ന് വളരുന്ന മുടിയാണ്, നീളം വെക്കും. പക്ഷേ ഉണ്ടല്ലോ തിക്നെസ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് 30 ഡേയ്സ് ചാലഞ്ച് ഏറ്റെടുത്ത് നമുക്ക് മുടി നമുക്ക് എങ്ങനെയാണ് വളരുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാവേ. ഇവിടെ മഴ തൂളിക്കൊണ്ടിരിപ്പുണ്ട്. എല്ലായിടത്തും മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. ചെറുതായിട്ടൊന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാതെ. അപ്പോൾ പായ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുടി ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം കുളിക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുന്നെയാണ് ഞാൻ ഈ പായ്ക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് 20 മിനിറ്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. അടിപൊളി പായ്ക്കാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. നല്ല റിസൾട്ടുള്ള പായ്ക്കാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നാളെ നല്ലൊരു ഹെയർ കെയറും അതുപോലെ തന്നെ സ്കിൻ കെയർ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. അതും ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.